ഭാഷാ തർക്കം വീണ്ടും ചർച്ചാ വിഷയമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യൻ ഭാഷകളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുമെന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഉടൻ തന്നെ ലജ്ജ തോന്നുമെന്നുമാണ് അമിത്ഷാ പറയുന്നത്. മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ IAS അശുതോഷ് അഗ്നിഹോത്രി രചിച്ച മെയിൻ ബൂന്ദ് സ്വയം ഗുദ് സാഗർ ഹൂൺ എന്ന പുസ്തകത്തിന്റെ പ്രകാശന വേളയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ഈ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഉടൻ തന്നെ ലജ്ജ തോന്നും. അത്തരമൊരു സമൂഹത്തിന്റെ സൃഷ്ടി വിദൂരമല്ല. ദൃഢനിശ്ചയമുള്ളവർക്ക് മാത്രമേ മാറ്റം കൊണ്ടുവരാൻ കഴിയൂ. നമ്മുടെ രാജ്യത്തെ ഭാഷകൾ നമ്മുടെ സംസ്കാരത്തിന്റെ രത്നങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഭാഷകളില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ഇന്ത്യക്കാരായി തുടരില്ല. മാതൃഭാഷകൾ ഇന്ത്യയുടെ സ്വത്വത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ഭാഷാപരമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് രാജ്യമെമ്പാടും നവീകരിച്ച ശ്രമങ്ങൾ നടത്തണമെന്നും നേതാവ് ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള കൊളോണിയൽ അടിമത്തത്തിന്റെ പ്രതീകമായ ഇംഗ്ലീഷ് അവഗണിക്കപ്പെടും. ഇന്ത്യൻ സംസ്കാരത്തെ മനസ്സിലാക്കാൻ വിദേശ ഭാഷകൾ കൊണ്ട് സാധിക്കില്ല എന്നും ഇന്ത്യൻ ഭാഷകളുടെ പ്രോത്സാഹനം ഇന്ത്യയുടെ ആത്മാഭിമാനം വർദ്ധിക്കുന്നതിന് പ്രധാനമാണ് എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അത് അവരെ ഒരു ലോക നേതാവാകാൻ സഹായിക്കും. നമ്മുടെ സംസ്കാരം, നമ്മുടെ ചരിത്രം, നമ്മുടെ മതം എന്നിവ മനസ്സിലാക്കാൻ ഒരു വിദേശ ഭാഷയും മതിയാകില്ല. പകുതി വെന്ത വിദേശ ഭാഷകളിലൂടെ സമ്പൂർണ്ണ ഇന്ത്യ എന്ന ആശയം സങ്കല്പിക്കാൻ കഴിയില്ല. ഈ പോരാട്ടം എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ത്യൻ സമൂഹം അതിൽ വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷകളിൽ നമ്മുടെ രാജ്യത്തെ നയിക്കുകയും ലോകത്തെ നയിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി മോദി 5 പ്രതിജ്ഞകൾ ഇന്ത്യയിലേക്ക് വികസനം കൊണ്ടുവരുന്നതിൽ ഇവ പ്രധാനമാണെന്ന് പ്രസ്താവിച്ചു. അമൃത് കാലത്തിനായി മോദിജി 5 പ്രതിജ്ഞകൾ എന്ന പദ്ധതിക്ക് അടിത്തറ പാകി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുക, അടിമത്തത്തിന്റെ എല്ലാ അടയാളങ്ങളിൽ നിന്നും മുക്തി നേടുക, നമ്മുടെ പൈതൃകത്തിൽ അഭിമാനിക്കുക, ഐക്യത്തിനും ഐക്യദാർഢ്യത്തിനും പ്രതിജ്ഞാബദ്ധരായിരിക്കുക, ഓരോ പൗരനിലും കടമയുടെ മനോഭാവം ജ്വലിപ്പിക്കുക. ഈ 5 പ്രതിജ്ഞകൾ 130 കോടി ജനങ്ങളുടെ ദൃഢനിശ്ചയമായി മാറിയിരിക്കുന്നു. 2047 ആകുമ്പോഴേക്കും നമ്മൾ അതിന്റെ ഉന്നതിയിലെത്തുമെന്നും നമ്മുടെ ഭാഷകൾ ഈ യാത്രയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങൾ ഉൾപ്പെടെ നിരവധി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ത്രിഭാഷാ ഫോർമുല നടപ്പിലാക്കുന്നതിലൂടെ കേന്ദ്രം ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആരോപിച്ച സമയത്താണ് അമിത്ഷായുടെ ഈ പരാമർശം. വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനല്ല, മറിച്ച് ഹിന്ദിയെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP NEP-യെ ഉപയോഗിക്കുന്നതെന്ന് തമിഴ്നാട് ആരോപിച്ചിരുന്നു. കേരളം, പശ്ചിമ ബംഗാൾ പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ BJP-യെ വിമർശിച്ചു. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിലും ഡിസംബർ മുതൽ തന്റെ മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി അവരുടെ മാതൃഭാഷകളിൽ ആശയവിനിമയം നടത്തുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഭാഷയെ ചൊല്ലി രാജ്യത്ത് ധാരാളം വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇനി അത് സംഭവിക്കരുതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു.